ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനത്തിനുപാകിയാണ് നാം ഇരിക്കുന്നത്. ആ ഭയത്തോടെയും ആ വിശ്വാസത്തോടെയും ആ പ്രതീക്ഷയോടെയും നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുക. കാരണം ദൈവവചനം എവിടെയെല്ലാം വ്യാപരിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവവചനത്തിൻ്റെ സ്വാധീനമുണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം അത്ഭുതകരമായ ചില മാറ്റങ്ങളും രൂപാന്തരങ്ങളും നടന്നിട്ടുണ്ട്. ഇന്നും നടക്കുന്നുണ്ട്, ഇനിയും നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരീ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കണം. നിങ്ങൾ അനേക പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ആത്മീയമായോ ഭൗതികമായോ ശാരീരികമായോ മാനസികമായോ കുടുംബപരമായോ അല്ലെങ്കിൽ ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏതെങ്കിലും വലിയ പ്രതിസന്ധിയുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു വ്യക്തിയുണ്ട്. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണിത്. ഈ വാക്യം ഇപ്പോൾ നാം വായിച്ച മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്യം, അത് എഴുതുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ഏതാണ്ട് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകനിലൂടെ 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയതായ ആ ദൈവവചനം കോട്ട് ചെയ്ത് ഇവിടെ മത്തായി സുവിശേഷം 4:15 പറഞ്ഞിരിക്കുന്നു: ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വലിയൊരു അന്ധകാരത്തിൽ, വലിയ കൂരിരുട്ടിലിരുന്ന ജനം ഇപ്പോഴിതാ ഒരു വലിയ വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കർത്താവിന് സ്തോത്രം. മരണനിഴലിലായിരുന്നു അതുവരെയും. മരണത്തിൻ്റെ നിഴലിലായിരുന്നു, മരണത്തിൻ്റെ ദേശത്തിലായിരുന്നു. മരണത്തിൻ്റെ ദേശം എന്ന് പറഞ്ഞൊരു ദേശമുണ്ടോ? നാം പല ദേശങ്ങളുടെയും പേര് പറയും, പക്ഷേ മരണത്തിൻ്റെ ദേശം ഉണ്ട്. മരണം വാഴുന്ന ദേശം, മരണം വാഴുന്ന കുടുംബങ്ങൾ. ഞാനിന്ന് ഒരു രോഗിയായ ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ളതായ ഒരു പ്രിയ കുടുംബത്തെ കാണാൻ പോയി. അവിടെയോട് സംസാരിച്ചു. ഞാൻ അല്പനേരം പ്രാർത്ഥിക്കുവാനായിട്ട് എഴുന്നേറ്റുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നൊരു ചിന്ത, ആ കുടുംബത്തിൽ 3 വിധവമാർ. ഒരു പ്രായമായ അമ്മ വിധവയായി അങ്ങ് ദൂരെ കഴിയുന്നു, അങ്ങ് അമേരിക്കയിൽ കഴിയുന്നു. എന്നാൽ ആ അമ്മച്ചിയുടെ മൂത്ത മകൾ ഏതാനും നാളുകൾക്ക് മുമ്പ് വിധവയായി കഴിയുന്നു. എന്നാൽ അതിൻ്റെ തൊട്ട് ഇളയ അനുജത്തി, ആ സഹോദരിയും വിധവയായി കഴിയുന്നു. ഞാൻ ഓർത്തു, കർത്താവേ, 3 മരണങ്ങൾ മാറി മാറി സംഭവിച്ച വീട്, 3 വിധവമാരുള്ള വീട്. അവരിന്ന് 3 പേരും 3 വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ഒരമ്മയും 2 മക്കളുമാണ്. ഞാൻ അപ്പോൾ ഓർത്തു, കർത്താവേ, ഇങ്ങനെ മരണം പുരുഷന്മാരെ കീഴടക്കി വന്നുവല്ലോ എന്ന്. മരണമുള്ള വീടുകൾ, മരണമുള്ള ദേശം. എന്നാൽ ആ ദേശത്ത് ഇവിടെ ഇപ്പോഴിതാ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലിരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. ഈ മരണം മാറും. എങ്ങനെ? പ്രകാശമുദിക്കുമ്പോൾ. മരണം ഒരു അന്ധകാരത്തിൻ്റെ പ്രതിഫലനമാണ്, പ്രവൃത്തിയാണ്. മരണം ഇരുട്ടിൻ്റെ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ മരണത്തിൻ്റെ ഇരുളുമാറി ജീവന്റെ പ്രകാശം വരുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഇത് ഏത് ദേശമാണിത്? നാം തിരുവചനത്തിൽ വായിക്കുന്നു: സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ദൈവനാമം മോത്തപ്പെടട്ടെ. ആ രാജ്യങ്ങൾ, ആ ദേശങ്ങൾ,
അസീറിയൻ സാമ്രാജ്യമെന്ന് കീഴടക്കി വെച്ചിരുന്ന ഒരു ദേശങ്ങളായിരുന്നു അതെല്ലാം. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവുമല്ല. അവർ വന്ന് കീഴടക്കി, അസീറിയൻ സാമ്രാജ്യം വന്ന് കീഴടക്കി. അവിടെ അടിമത്വവും അവിടെ അക്രമവും അവിടെ പീഡനങ്ങളും അവിടെ കഠിന ദാസ്യവുമെല്ലാം പെരുകി ജനം മരണത്തിൻ്റെ കരിനിഴലിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. ഞങ്ങൾക്കിനി ഒരു മോചനമുണ്ടോ? ഞങ്ങളുടെ ഈ ഇരുള് മാറുമോ? ഞങ്ങളുടെ ദേശത്തു നിന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ മരണം മാറുമോ? മാറാൻ സാധ്യതയില്ല. കാരണം നാളുകളായി അവർ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു അങ്ങ് മരുഭൂമിയിൽ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം കർത്താവ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്, പരസ്യമായ തൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോഴിതാ യോഹന്നാൻ സ്നാപകൻ രംഗത്തു നിന്നും ഇറങ്ങി മാറുന്നു. യേശു രംഗപ്രവേശനം ചെയ്യുന്നു. അതുവരെയും യേശുക്രിസ്തുവിന് വഴി കാണിച്ച്, യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി, യേശുവിന് വഴിയും പാതയും ഒരുക്കുവാനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ തടവിലാകുന്നു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസ്രയത്ത് വിട്ട് സെബൂലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എല്ലാം ഉണ്ട്, ഒന്നും യാദൃച്ഛികമല്ല. യോഹന്നാൻ സ്നാപകൻ തടവിലായതും യേശു വീണ്ടും അവിടം വിട്ട് യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയതും അവിടെ സെബൂലൂൻ്റെയും നഫ്താലിയുടെ ദേശത്ത് ചെന്നതും കഫർന്നഹൂമിൽ ചെന്ന് പാർത്തതൊന്നും യാദൃച്ഛികമല്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളിന്ന് അനുഭവിക്കുന്ന ചില കഷ്ടതകളും ചില ദുരിതങ്ങളും ചില കടബാധ്യതകളൊന്നും യാദൃച്ഛികമല്ല എന്ന് അറിയട്ടെ. ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, ഇതിൻ്റെയും പിന്നിൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. മകനെ, നീ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ്, സങ്കടങ്ങളാണ്, ഒട്ടേറെ ആവശ്യഭാരങ്ങൾ മകനെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. പ്രിയ മകളെ, നിന്റെ ജീവിതത്തിൽ അനേകമനേക സങ്കട വിഷയങ്ങൾ, ഇരുളെന്ന് തോന്നുന്നതായ ചില പ്രതിസന്ധികൾ, മുന്നോട്ട് എങ്ങനെ പോകും വഴി കാണാൻ കഴിയുന്നില്ല. ഇരുട്ടെന്ന് പറയുമ്പോൾ മുന്നോട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ, വഴി ഏതെന്നറിയില്ല, എങ്ങനെ പോകുമെന്നറിയില്ല. വലിയൊരു ബാങ്കിൽ വലിയൊരു കടം വന്നു കയറി, ഇനി അടുത്ത വഴി ജപ്തിയേ ഉള്ളൂ. കർത്താവേ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇരുളേറി നടക്കുന്ന പ്രിയ മകനെ, ഇരുളിൻ്റെ വഴിയിലൂടെ നടക്കുന്ന മകനെ, നിന്റെ വഴിയിൽ യേശു ക്രിസ്തുവാകുന്ന സത്യപ്രകാശം വന്ന് ഉദിച്ചാൽ നിനക്ക് കർത്താവ് ബുദ്ധി തരും, നിനക്ക് കർത്താവ് ജ്ഞാനം തരും. നിന്റെ മുന്നിൽ കർത്താവ് പുതിയ വഴികൾ തുറക്കും. അത് നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകുകയില്ല, മറ്റ് ബുദ്ധിമാന്മാർക്കും മനസ്സിലാകുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വഴി. അങ്ങനെ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്വത്തിൽ കിടന്ന സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും ആ ദേശത്തേക്ക് കർത്താവ് കടന്നു വന്നു. ഇന്ന് അടിമത്വത്തിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഭീതിയിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഓരോ കാര്യങ്ങൾ നോക്കി, മക്കളെ നോക്കി, അവരുടെ ഭാവി എന്താകും? ഇന്ന് മാതാക്കന്മാർ ഭയത്തിൽ കഴിയുന്നു, ഭീതിയോടെ കഴിയുന്നു. ഭർത്താവിൻ്റെ മദ്യപാനവും ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധവും ഓർത്ത് എന്തു വേണ്ടുമെന്നോർത്ത് ഭീതിയിൽ കഴിയുന്ന അനേകം ഭാര്യമാർ. എന്തിന്? ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരിമാർ പോലും സ്ത്രീജനങ്ങൾ പോലും ഇതാ വഴി മാറിപ്പോകുന്നു, വഴി വിട്ടുപോകുന്നു. സമൂഹം അമ്പരപ്പോടെ നിൽക്കുന്നു. നാളെ എന്ത് സംഭവിക്കും, ലോകത്തിന് എന്ത് സംഭവിക്കുന്നോർത്ത് രാജ്യത്തുള്ള ജനങ്ങളെല്ലാം അമ്പരപ്പിൽ നിൽക്കുന്നു. കരിനിഴൽ ഉയരുന്നു, കാർമേഘങ്ങൾ കാണുന്നു. എങ്ങും നോക്കുമ്പോൾ ഇതാ വെളിച്ചത്തിൻ്റെ അംശമില്ല. ഈ അവസ്ഥയിലാണ് യേശുക്രിസ്തു മരുഭൂമിയിൽ നിന്നും 40 പകലും 40 രാവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അതിനെയും ജയിച്ച് കർത്താവ് ഇതാ സെബൂലൂൻ്റെയും നഫ്താലിയുടെയും ദേശത്തേക്ക് വന്നത്. യേശു അങ്ങോട്ട് വരരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ദുഷ്ടപിശാച് അവിടെ യേശുവിനെ പോലും പരീക്ഷിച്ചത്. മോനെ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധികൾക്ക് തടസ്സമായി, നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി, നിന്റെ കടബാധ്യത മാറുന്നതിന് തടസ്സമായി, നിന്റെ രോഗം മാറുന്നതിന് തടസ്സമായി, നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക്, പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു അന്ധകാരത്തിന് ശക്തിയുണ്ട്. ആ അന്ധകാര ശക്തി യേശുവിനെ പോലും ആക്രമിക്കാൻ നോക്കി. പക്ഷേ യേശു പിശാചിനെ ജയിച്ചിട്ട്
ഓ യേശു സെബൂലുവിൻ്റെയും നഫ്താലിയുടെയും ദേശത്തേക്ക് വന്നു. യേശു വന്നാൽ അവിടെ പ്രകാശമാണ്. യേശു വന്നാൽ അവിടെ ഇരുള് മാറും. യേശു വന്നാൽ മരണനിഴൽ താഴ്വര മാറും. യേശു വന്നാൽ മരണം മാറി ജയം വരും. ഹേ മരണമേ, എന്നിട്ട് ജയം എവിടെ? ഹേ പാതാളമേ, എന്നിട്ട് വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായ എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. യേശു എവിടെയുണ്ടോ അവിടെ ഇരുള് മാറും. യേശു എവിടെയുണ്ടോ അവിടെ മരണം മാറും. യേശു എവിടെയുണ്ടോ അവിടെ പ്രതീക്ഷയുണ്ടാകും. യേശു എവിടെയുണ്ടോ അവിടെ ആത്മഹത്യാ പ്രവണതകൾ മാറും. നിങ്ങളുടെ ദേശത്തേക്ക് യേശു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പോകട്ടെ, ദേശമൊക്കെ പോകട്ടെ. മോനെ, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വീട്ടിലേക്ക് യേശു വരാൻ മകനെ നിനക്ക് താല്പര്യമുണ്ടോ? പ്രിയമകളെ, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് യേശു വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറും. എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അന്ധകാരങ്ങൾ മാറും. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അനൈക്യങ്ങൾ മാറും. സ്നേഹക്കുറവുകൾ മാറും. ബഹുമാനക്കുറവുകൾ മാറും. യേശു വന്നാൽ അവിടെ പ്രകാശമാണ്. യേശു വന്നാൽ അവിടെ സമാധാനമാണ്. യേശു വന്നാൽ അവിടെ ഐക്യമാണ്. യേശു, ഹല്ലേലൂയ. ഈ എളിയവനായ അടിയന് മറ്റാരെയും ചൂണ്ടിക്കാണിക്കാനില്ല. ഒരേ ഒരു വ്യക്തി, കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായ വെളിച്ചമാകുന്ന ക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ വെളിച്ചമുള്ളവനായി തീരുമെന്ന്. ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുകയാണോ? വഴിയേതെന്നറിയാതെ, ശരിയായ വഴിയേതെന്നറിയാതെ, ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾ പലതും തിരഞ്ഞ് മുന്നോട്ട് പോയിട്ടും ശരിയായ ഒരു പാത തിരഞ്ഞെടുക്കാൻ കഴിയാതെ, ഇന്ന് നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കഴിയാതെ, ഏതൊരു ബിസിനസ് തിരഞ്ഞെടുക്കുമെന്നറിയാതെ, ഏതാണ് ശരിയായ മാർഗമെന്നറിയാതെ വലയുന്നവർക്ക് പാതയ്ക്ക് ദൈവമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അവനത്ര യേശു ക്രിസ്തു. യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. മോനെ, നിന്റെ ഹൃദയം യേശുവിന് കൊടുത്താൽ നിന്റെ അന്ധകാരമുള്ള ഹൃദയം യേശു പ്രകാശപൂരിതമാക്കും. നിന്റെ കുടുംബത്തിൽ പ്രകാശം വരും. നിന്റെ മക്കളുടെ മേൽ പ്രകാശം വരും. അപ്പൻ്റെ അമ്മയുടെ മേൽ പ്രകാശം വരും. ഭാര്യയുടെയും ഭർത്താവിൻ്റെ മേൽ പ്രകാശം വരും. ഈ പ്രകാശം വന്നുദിച്ചാൽ, ഹല്ലേലൂയ, ആ ദേശങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഹല്ലേലൂയ. അസീറിയൻ സാമ്രാജ്യത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം ജീവനുള്ള ക്രിസ്തു അവർക്ക് നൽകി. അവർ സ്വാതന്ത്ര്യമുള്ളവരായി. അവർ ജീവനുള്ള ക്രിസ്തുവിൽ ദൈവത്തെ ആരാധിക്കുന്നതിലുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച് അവർ ക്രിസ്തുവിന് മഹത്വം കയറിയിട്ടുന്നവരായി തീർന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ യേശുവിനെ ആരാധിപ്പാൻ, യേശുവിനെ പിൻഗമിപ്പാൻ, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിപ്പാൻ? അതല്ലേ ഭൂമിയിൽ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യപദവിയിലേക്ക് കർത്താവ് നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ്. യേശുവിൻ്റെ സ്വരം കേട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരൂ. യേശുവെ, ഞാൻ ഇന്നു മുതൽ യേശുവിനായി ജീവിക്കും. ഞാൻ യേശുവിനെ മുൻനിർത്തി ജീവിക്കും. യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കും. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. അവരിലുള്ള എല്ലാ അന്ധകാരങ്ങളും മാറിപ്പോകട്ടെ കർത്താവേ. സത്യപ്രകാശമാവുന്ന അങ്ങ് ചെന്ന് അവരുടെ ഹൃദയത്തിലും അവരുടെ ഭവനത്തിലും ഉദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ ഞങ്ങൾ എന്നും അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനും മകളുമായി നിങ്ങൾ തീർന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും കർത്താവ് ഉത്തരം കൊടുക്കും. അങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കാൻ ഇടയാകട്ടെ. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.